വെൽക്കം ബാക്ക് ടു ഡി സോക്ക് മാർക്കറ്റ്. എന്താണ് ഡി സോക്ക് മാർക്കറ്റിംഗ് എന്ന് മുൻപത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഡിജിറ്റലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് ഡി സോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച ഈ 3 വീഡിയോസും വിശദമായി കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച ജോയിൻ ലിങ്ക് യൂസ് ചെയ്ത് ഏജന്റ് രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ പേര്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ നീഡ്സ്, അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ്, 3 ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 10 ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള 3 ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, ഡിസോ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം ഈ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ, നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വരേണ്ടത്, ആ ഗൂഗിൾ പേ നമ്പരും അവിടെ നൽകിയതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. അവിടെ സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസോ കോഡും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ആയിരിക്കുന്നത് ഒരു ഏജൻ്റ് ആയിട്ടാണ്. ഇനി നിങ്ങൾ മാനേജർ പോസ്റ്റിലേക്ക് കൺവെർട്ട് ആകുന്നതിനായി നിങ്ങൾക്ക് ലഭിച്ച കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ 10 ഫ്രണ്ട്സിനെ ഡിസോക്ക് മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണോ നിങ്ങളെ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ 10 ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക. അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക. കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള അടുത്തൊരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു 10 ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്തതിനു ശേഷം 10 സുഹൃത്തുക്കളെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ചാനലിലേക്ക് നിങ്ങൾക്ക് ലഭിച്ച ഈ 3 വീഡിയോയും ആ മെസ്സേജും നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്കും, അതായത് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ലിങ്ക് ലഭിച്ചിട്ടുണ്ട്, ആ ലിങ്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് 10 ഫ്രണ്ട്സിനെ മാത്രമേ നിങ്ങളുടെ ആ ഒരു കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 10 സുഹൃത്തുക്കളും ഡിസോക്ക് മാർക്കറ്റിങ്ങിൽ തുടർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നും നിങ്ങൾക്ക് വിശ്വാസമുള്ള സുഹൃത്തുക്കളെ മാത്രം ആഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ എപ്പോഴാണോ നിങ്ങളുടെ 10 സുഹൃത്തുക്കൾ ഡിസോക്ക് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ഏജന്റ് റാങ്കിൽ നിന്നും മാനേജർ റാങ്കിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇങ്ങനെയാണ് ഡിസോക്ക് മാർക്കറ്റിങ്ങിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെയാണോ നിങ്ങളെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ 10 ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ആ 10 ഫ്രണ്ട്സ് ഈ ഒരു പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നതാണ് ഡിസോക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ലഭിച്ച ലിങ്ക് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 10 സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ മുൻപ് പറഞ്ഞ ക്രൈറ്റീരിയകൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിക്കും ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ആ ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്ത് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഡിസോക്ക് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടതെന്നും ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത്, ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ ഇതിൽ ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. അതിനായി അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ഇതുവരെ കേട്ടിരുന്നതിനും മനസ്സിലാക്കിയതിനും നന്ദി.